നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്തു നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിനു നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. കൊല്ലരുത്. പുറപ്പാട് 20:12-13. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക. നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണു നിനക്ക് ജന്മം നൽകിയെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിൽ എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പ്രഭാഷകൻ 7:27-28. ഇന്ന് പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ പ്രായമായി കഴിയുമ്പോൾ വൃദ്ധസദനങ്ങളിലും മറ്റുമാക്കുന്നു. മക്കളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ വചനം പറയുന്നു, അപ്പനെ അമ്മയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക. വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത്. സുഭാഷിതങ്ങൾ 23:22. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പ്രഭാഷകൻ 3:2. കർത്താവിൻ്റെ വചനം വീണ്ടും പറയുന്നു, പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവൻ്റെ കണ്ണ് കാക്കകൾ കൊത്തി പറപ്പിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. സുഭാഷിതങ്ങൾ 30:17. മാതാപിതാക്കളെ ബഹുമാനിക്കുക. കാരണം നമ്മുടെ ജന്മം നൽകിയ അമ്മ, അവരുടെ കണ്ണീരൊരിക്കലും കാണരുത്. ദൈവസന്നിധിയിൽ ഒരു ഇപ്പോഴൊക്കെ നമ്മൾ നന്നായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾക്കും പ്രായമാകുമ്പോൾ നമ്മളും ആ അവസ്ഥകളിലൂടെ നമ്മുടെ മക്കൾ അത് കണ്ടു പഠിക്കും. മക്കളോടൊപ്പം നമ്മളെ ഇതേപോലെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കൊണ്ടയാക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ പ്രാക്ക് കിട്ടാതെ അവരെ സ്നേഹിച്ച് നമ്മളെ വളർത്തിയ മാതാപിതാക്കളെ നമുക്ക് നമ്മുടെ ഒപ്പമായിരിക്കണം. അതാണ് അവരുടെ സന്തോഷം. ദൈവം നിങ്ങളെ സമൃദ്ധമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം.